ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ഹലീമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൈദരാബാദിലെ ഒരു ഫേമസ് ഡിഷാണിത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഗോതമ്പ് കേട്ടോ. ഇതില്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് എടുത്താലും മതി. നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. പിന്നെ വേണ്ടത് ചുവന്ന പരിപ്പില്ലേ, മസൂർ ദാൽ, അത് 1/2 കപ്പും 1/2 കപ്പ് ഉഴുന്ന് പരിപ്പും 1/4 കപ്പ് കടലപ്പരിപ്പും 1/4 കപ്പ് ചെറുപയർ പരിപ്പും. ഇതും അതുപോലെ നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കണം, രാവിലെ ആണെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം, അതുപോലെ പരിപ്പും വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഗോതമ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് അരിയും കൂടെ ചേർക്കുന്നുണ്ട്. ബിരിയാണി അരി ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പിന് നല്ല വേവുള്ളതുകൊണ്ട് കുറേ വിസിലടിച്ചിട്ട് വേണം വേവിക്കാൻ. അത് കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് ഉടച്ചെടുക്കാനുള്ളതാണ്. അതേപോലെ പരിപ്പ് നമുക്ക് വേറൊരു കുക്കറിൽ വേവിച്ചെടുക്കാം. പരിപ്പിന് പിന്നെ അത്ര കൂടുതൽ വേണ്ട, ഒരു 3-4 വിസിൽ മതിയാവും. ഇത് പരിപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓട്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് ഓട്സ് ഇടാം, എന്നിട്ട് അതും വേവിക്കാനിടാം. ഇനി ഇതിലേക്കൊരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കഷ്ണം പട്ട, ഒരു 6 ഗ്രാമ്പു, 6 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ 1 ജാതിപത്രി എടുത്തിട്ടുണ്ട്. സാജീരകം ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ഇടണം കേട്ടോ. അത് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ്, അഥവാ ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു വലിയ സവാള മുറിച്ചത് ഇട്ട് വഴറ്റാം. അപ്പോൾ സവാള അങ്ങനെ തിന്നായിട്ട് മുറിക്കണം എന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് വലുതായി മുറിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു ഈ രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സവാള ഒന്ന് വഴറ്റി വന്ന ശേഷം അതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ടതാണ്. ഇനി അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് ഞാൻ അരച്ചിട്ട് ഇങ്ങനെ ക്യൂബാക്കി ഫ്രീസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ക്യൂബ് 1 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 4 ക്യൂബ്സാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. ഇനി അതൊന്ന് വഴറ്റി വന്ന ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് ഇട്ടത്. അപ്പോൾ ബോണൊക്കെ ഉള്ള ചിക്കൻ വേണം ഇടാൻ കേട്ടോ. കുറച്ച് ബോണും കുറച്ച് ബോൺലെസ്സും കൂടെ ആയിട്ടാണ് ഇട്ടത്. പിന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയും അതേപോലെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഈ ചിക്കൻ്റെ ഒരു കളറൊന്ന് മാറി വരുമല്ലോ, ഒരു വെള്ള കളറാവില്ലേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടത്, പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇല്ലേ, അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ഇപ്പോൾ ഇടാം. ബാക്കി പിന്നെ ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇങ്ങനെ മുങ്ങി കിടക്കണ പോലെയുള്ള ഒരു അളവിൽ ഒഴിച്ചാൽ മതി. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-8 വിസിലൊക്കെ അടിച്ചോട്ടെ, കാരണം ചിക്കൻ നല്ല സോഫ്റ്റ് ആവണം. അതിൻ്റെ ബോണും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അത് വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചിക്കൻ നന്നായി ഒരു 7 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടില്ല ഇങ്ങനെ നെയ്യ് പാറി നിൽക്കണില്ലേ, ആ നെയ്യ് നമുക്ക് കുറച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിടണം. അത് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. മുഴുവനായിട്ടൊന്നും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതേപോലെ ആദ്യത്തെ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ആ ബോണൊക്കെ എല്ലൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അതിപ്പോൾ നല്ലോണം വെന്തുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ടാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നത്. തൊട്ടാൽ തന്നെ അതൊന്നിങ്ങനെ വരും കേട്ടോ. നല്ലോണം നമ്മൾ കുറേ സമയത്ത് വേവിച്ചതല്ലേ. അപ്പോൾ എല്ലൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പരിപ്പൊക്കെ ഉടക്കണ ഈ സാധനം ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഉടച്ചെടുക്കുക. അതല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷ് ചെയ്യണ സാധനമായാലും മതി. അതും ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പിന്നെ അതേപോലെ നമ്മൾ ചിക്കൻ എടുത്ത ആ ഗ്രേവി ഇല്ല, അതിൽ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ടാവുമല്ലോ, അതും ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഉടച്ച് കൊടുക്കുക കേട്ടോ. അത് വെന്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞ് വരും. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഉടച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കണം. ഇതിൽ ഇളക്കലാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇളക്കും തോറും അതിങ്ങനെ തിക്കായിട്ട് വരും, കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറേ സമയത്ത് ഇങ്ങനെ ഇളക്കണം. അത് ഇളക്കി കണ്ടോ, കുറച്ചിങ്ങനെ കട്ടിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ പിന്നെ നമ്മൾ ഗോതമ്പും അരിയും വേവിക്കാൻ വെച്ചിരുന്നില്ലേ, അത് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുഴുവനായിട്ടുള്ള ഗോതമ്പായതുകൊണ്ട് അതങ്ങനെ ഉടച്ചാൽ ഉടഞ്ഞു വരില്ല. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതേപോലെ പരിപ്പ് പിന്നെ ഉടച്ചാൽ ഉടയും, അപ്പോൾ ഞാൻ പരിപ്പൊന്ന് ഉടച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 8 ബദാമും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാള പൊരിച്ചതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു സവാളയാണ് പൊരിച്ചത് ചേർക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവർ വരും. ഈ സവാളയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. ആ സവാളയൊക്കെ ഒന്ന് കുത്തി ഇളക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം എല്ലായിടത്തേക്കും വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഈ ഇളക്കലാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അത് നന്നായി ഒന്ന് ഈ നാരങ്ങയും അതിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നില്ല മസാല പൊടീൻ്റെ കുറച്ച് ബാക്കി, അതിൽ നിന്ന് കുറച്ചിടാം. ഒരു 1/4 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലിടാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കണം. ഇത് ഇങ്ങനെ ഇളക്കും തോറും കട്ടിയായിട്ട് വരും, നല്ല കട്ടിയും. കാരണം ഗോതമ്പും ഓട്സും അങ്ങനെ ഇതിൽ ചേർത്ത ചേരുവകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ നല്ലോണം ഇളക്കി കട്ടിയാവുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഞാൻ 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി 200 മില്ലി പാലാണ് ചേർത്തത്. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം. ഇത്ര നേരം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോഴാണ് നമുക്കിത് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഹൈദരാബാദിൽ ഫേമസ് ആയിട്ടുള്ള ഹലീമാണിത്. അവർ മട്ടൻ കൊണ്ട് ഉണ്ടാക്കും, അതാണ് കൂടുതൽ ടേസ്റ്റ്. ചിക്കൻ കൊണ്ടും ഉണ്ടാക്കും. അപ്പോൾ ഇത് അത്രയും ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ്. നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ കുറച്ച് നെയ്യ് ആ പാറി കടന്ന് വരുന്ന കോരി വെച്ചില്ലേ, അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ കുറച്ച് പൊരിച്ച സവാളയും ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 ചെറുനാരങ്ങ പീസാക്കിയിട്ട് അതും പുതിനയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ ഹലീം ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.